മുനമ്പത്തെ താമസക്കാരുടെ ഭൂനികുതി സ്വീകരിക്കാൻ ഹൈക്കോടതിയുടെ അനുമതി. താൽക്കാലികാടിസ്ഥാനത്തിൽ നികുതി സ്വീകരിക്കാനാണ് റവന്യൂ വകുപ്പിന് ഇടക്കാല ഉത്തരവിലൂടെ ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. കേസുകളിലെ അന്തിമ വിധിക്ക് വിധേയമായി റവന്യൂ വകുപ്പിന് കരം സ്വീകരിക്കാമെന്നാണ് കോടതി നിർദ്ദേശം. മുനമ്പത്തേത് വഖഫ് ഭൂമി അല്ല എന്നായിരുന്നു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നിരീക്ഷണം. ഭൂമി ദാനമായി നൽകിയതാണെന്നും കോടതി നിരീക്ഷിച്ചിരുന്നു. ഇതോടെയാണ് മുനമ്പത്തെ താമസക്കാർ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യവുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. താൽക്കാലികാടിസ്ഥാനത്തിൽ വ്യവസ്ഥകൾക്ക് വിധേയമായി നികുതി സ്വീകരിക്കാനാണ് റവന്യൂ വകുപ്പിന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഇടക്കാല നിർദ്ദേശം. വിഷയത്തിൽ വഖഫ് ട്രിബ്യൂണലടക്കം നിലനിൽക്കുന്ന കേസുകളുടെ അന്തിമ വിധിക്ക് വിധേയമായി മാത്രമാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. ഇതോടെ മുനമ്പത്തെ ഭൂമി കൈവശക്കാർക്ക് കരമടയ്ക്കാൻ വഴിയൊരുങ്ങും. ട്രിബ്യൂണലിലും കേസുണ്ട്, സുപ്രീം കോടതിയിലും കേസ് അവർ ഫയൽ ചെയ്തിട്ടുണ്ട്. ആ വിധി വരുന്നതുവരെ ഗവൺമെൻറ്റിന് റവന്യൂ അവകാശങ്ങൾ, കരമടക്കമുള്ള റവന്യൂ അവകാശങ്ങൾ സ്ഥാപിച്ച് കൊടുക്കുന്നതിനുള്ള അനുവാദം കോടതി കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് സമരം വേണോ വേണ്ടയോ എന്നുള്ളത് കോർ കമ്മിറ്റി കൂടിയിട്ട് ഞങ്ങൾ ഇന്നും നാളെയുമായിട്ട് അത് പ്രഖ്യാപിക്കും. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധിക്കെതിരെ വഖഫ് സംരക്ഷണ വേദിയുടെ ഹർജി നിലവിൽ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. ഭൂമി വഖഫ് ആണോ എന്നത് സംബന്ധിച്ച് വഖഫ് ട്രൈബ്യൂണലിലെ വിധിയും വരാനുണ്ട്. ഇവയിലെ തീർപ്പിന് വിധേയമായിരിക്കും നികുതി സ്വീകരിക്കാനുള്ള റവന്യൂ വകുപ്പിനുള്ള ഹൈക്കോടതി നിർദ്ദേശം. മീഡിയ 1 കൊച്ചി.